കാൽവിൻ പെർഫ്യൂംസിൻ്റെ 26ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 3 ടുബാക്കോ ബേസ്ഡ് പെർഫ്യൂംസിനെ പറ്റിയാണ്. ടുബാക്കോ ബേസ്ഡ് പെർഫ്യൂം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സിഗരറ്റിൻ്റെ ഒരു സ്മെല്ലാണ്. ഞാനും ആദ്യകാലത്തൊക്കെ ടുബാക്കോ പെർഫ്യൂം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെറ്റി ചുളുങ്ങുമായിരുന്നു. കാരണം സിഗരറ്റിൻ്റെ മണം എങ്ങനെ ഒരു നല്ലൊരു ഫ്രാഗ്രൻസ് ആകും എന്നുള്ളൊരു ചിത്രം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടുബാക്കോയുടെ എന്താ പറയുക, അതിൻ്റെ ഒരു ആരോമ, ഓറിയൻ്റൽ ആരോമ, ആ ഒരു സൈഡാണ് പെർഫ്യൂമിലേക്ക് എടുക്കുന്നത്. അല്ലാതെ ടുബാക്കോയുടെ ഒരു ഹാർഡ് സൈഡ് അല്ല പെർഫ്യൂമിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ടുബാക്കോ ഫ്രാഗ്രൻസ് എപ്പോഴും നല്ല രസമായിട്ട് തന്നെയാണ്, നല്ല രസമുള്ളൊരു ഫ്രാഗ്രൻസ് ആയിട്ട് തന്നെയാണ് ആളുകൾ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതൽ പോപ്പുലർ ആയിട്ടില്ല ആളുകളുടെ ഇടയിലേക്ക്. കാരണം കുറേയധികം മൂത് ഫ്രാഗ്രൻസ് ഒക്കെയാണ് ഈ ആളുകളുടെ ഇടയിലേക്ക് കൂടുതലും പോപ്പുലർ ആയിരിക്കുന്നത്. ഹാർഡ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക്, അതായത് സ്ട്രോങ് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ലാസ്റ്റിങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഊത് ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആണ് കൂടുതലും അവർ എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഈ ടുബാക്കോ ഫ്രാഗ്രൻസ്, ടുബാക്കോയുടെ ഒരു സ്വീറ്റ് ആരോമ ഉള്ള ഫ്രാഗ്രൻസ് എല്ലാ പെർഫ്യൂംസും നല്ലൊരു ലാസ്റ്റിങ് കിട്ടുന്നുണ്ട്. ഈ ടുബാക്കോ പെർഫ്യൂംസിന് ഞാൻ എവിടെയോ ഒരു ആർട്ടിക്കിളിൽ വായിച്ചത് CEO ഓഫ് ഫ്രാഗ്രൻസ് എന്നാണ്. ഒരു കമ്പനിയുടെ CEO എന്ന് പറയുന്നത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ഫ്രാഗ്രൻസിൻ്റെ ഒരു CEO ഓഫ് ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ ആ ടുബാക്കോയുടെ അവർ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ CEO ഓഫ് ഫ്രാഗ്രൻസ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ അത്രയും രസമുള്ള ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ടുബാക്കോ. കാരണം ടുബാക്കോ മാത്രമല്ല വരുന്നത്, ടുബാക്കോയുടെ കൂടെ പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ടാണ് പെർഫ്യൂംസ് ബ്ലെൻഡ് ചെയ്ത് മീൻസ് ഇറക്കിയിരിക്കുന്നത്. അതിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യമേ ടുബാക്കോ എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് മൻസാരയുടെ റെഡ് ടുബാക്കോ എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. എനിക്ക് ഷോപ്പിൽ നിന്ന് അങ്ങനെ ഒരു ഭയങ്കര സെയിലൊന്നും ഉണ്ടായിട്ടുള്ള ഒരു പെർഫ്യൂം അല്ലത്. പക്ഷെ കൊണ്ടുപോയേക്കുന്ന ആളുകളെല്ലാവരും റിപ്പീറ്റ് ചെയ്ത് മേടിച്ചിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഹെവി ലാസ്റ്റിംഗ്, ലോഞ്ചിവിറ്റി ബീസ്റ്റാണ്. അത്രയും ഹെവി ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് റെഡ് ടുബാക്കോ, മൻസാരയുടെ റെഡ് ടുബാക്കോ. അതിൻ്റെ അകത്ത് നമ്മൾ സ്മെല്ലെന്ന് പറയുന്നത് ടുബാക്കോയുടെ സ്മെല്ലുണ്ട്, വാനിലയുടെ സ്വീറ്റ് ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, നമ്മുടെ സഫ്രോൺ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, ടോങ്ക ബീൻ ഉണ്ട്. അങ്ങനെ പലതും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ അതിൽ വരുന്നത്. സ്പൈസിൻ്റെ ഒരു കോമ്പിനേഷനും അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് വരുന്നത്. ആ ടുബാക്കോ സൈഡ് നമുക്ക് നല്ലോണം കിട്ടും, ഫീൽ ചെയ്യും. നല്ല രസമുള്ള ഒരു അരോമയാണ് ടുബാക്കോ, റെഡ് ടുബാക്കോ എന്ന് പറയുന്നത്, മൻസാരയുടെ റെഡ് ടുബാക്കോ. എനിക്ക് തോന്നുന്നത് ടുബാക്കോ ക്ലാസ്സിൽ ഏത് റിവ്യൂ നിങ്ങൾ കേട്ടാലും ഈ ഒരു പെർഫ്യൂമിൻ്റെ പേര് ഫസ്റ്റിലെ തന്നെ ഓടി വരും, റെഡ് ടുബാക്കോ. രണ്ടാമത് പറയാനുള്ളത് അമേരിക്കൻ ബ്രാൻഡ് ടോം ഫോർഡിൻ്റെ ടുബാക്കോ വാനില. വാനിലയാണ് ഏത് പെർഫ്യൂമിലും സ്വീറ്റ്നെസ് കൊടുക്കുന്ന ഒരു ഘടകം. ലേഡീസിൻ്റെ ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ വാനിലയാണ്. ഏറ്റവും ഫസ്റ്റ് ചോയ്സ് അവർക്ക് ആദ്യമേ മുമ്പിലേക്ക് വരുന്നത് വാനില പെർഫ്യൂംസാണ്. വാനില ഉള്ള പെർഫ്യൂം അത് ഉദ്ദേശിച്ചത്, അതാണ് വരുന്നത്. ഈ ടോം ഫോർഡിൻ്റെ ടുബാക്കോ വാനില എന്ന പെർഫ്യൂം ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള മിക്സാണ്. ഇത് രണ്ടും മാത്രമല്ല, ഒരുപാട് ഘടകങ്ങൾ വേറെയുണ്ട്. ബട്ട് നമുക്ക് ആദ്യമേ തന്നെ ഈ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്കും ചെറുപ്പഴത്തിൻ്റെ സ്വീറ്റ്നെസ്സും കൂടി ചേർന്നൊരു ടുബാക്കോ സ്മെല്ലാണ് ആദ്യമേ തന്നെ വരുന്നത്. അത് ഇമ്മീഡിയറ്റ്ലി വാനില കയറി അന്ന് വാനിലയുടെ സ്വീറ്റ്നെസ്സും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു വ്യത്യസ്ത ഒരു എനിക്ക് ശരിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ടുബാക്കോ വാനില. ഈ പെർഫ്യൂം ഒരുപാട് ലേഡീസ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വാനിലയുടെ സ്വീറ്റ്നെസ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ചിലർക്ക് നല്ലൊരു ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂംസ് ആഗ്രഹിക്കുന്ന ലേഡീസ് ഉണ്ട്. കാരണം ലേഡീസിൻ്റെ പെർഫ്യൂംസ് പൊതുവെ സോഫ്റ്റാണ്. പൂക്കളുടെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെയുള്ള പെർഫ്യൂംസാണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂംസാണ് ഒരു മെജോറിറ്റി ലേഡീസും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പെർസെൻറ്റേജ്, ഒരു 10% ആളുകൾ ആഗ്രഹിക്കുന്ന ഇച്ചിരി ഹാർഡർ പെർഫ്യൂംസ്, ഹാർഡർ ഇൻ ദ സെൻസ് സോഫ്റ്റിൻ്റെ മുകളിൽ വരുന്ന ഒരു പെർഫ്യൂം, അവർക്ക് അതിന് പറ്റുന്ന ഒരു ആൻസറാണ് ടുബാക്കോ വാനില എന്ന് പറയുന്ന പെർഫ്യൂം, ടോം ഫോർഡിൻ്റെ പെർഫ്യൂം. എനിക്ക് തോന്നുന്നത് ടോം ഫോർഡിനും ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാകുന്ന ഒരു പെർഫ്യൂം ഈ ടുബാക്കോ വാനില പെർഫ്യൂമാണ്. മൂന്നാമത് ഗെർലിയൻ്റെ പെർഫ്യൂം. ഇറ്റ്സ് എ ഫ്രഞ്ച് പെർഫ്യൂമാണ്. ഗെർലിയൻ്റെ ടുബാക്കോ ഹണി. ഹണിയുടെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ്. ഹണിയുടെ സ്മെല്ലും ഈ ടുബാക്കോയുടെ സ്മെല്ലും കൂടി മിക്സ് ചെയ്ത് വരുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ആംബർ ഉണ്ട്. ആംബറിൻ്റെ സ്മെല്ല് നല്ലോണം വരുന്നുണ്ട്. ഈ ഊതിൻ്റെ ഒരു അരോമാറ്റിക് സൈഡാണ് ഈ ആംബർ എന്ന് പറയുന്നത്. ഊത് ഭയങ്കര ഹാർഡാണ്, അതിൻ്റെ ഒരു അരോമാറ്റിക് സൈഡാണ് ആംബർ എന്ന് പറയുന്നത്. ആംബർ നന്നായിട്ട് അതിൻ്റെ അകത്ത് ഈ ടുബാക്കോ ഹണിയിൽ നല്ല ഫീൽ കിട്ടും. ആംബറിൻ്റെ മണം, ടുബാക്കോയുടെ സ്മെല്ല്, ഹണിയുടെ സ്മെല്ല്, പിന്നെ വാനില, ഇത് എല്ലാം കൂടിയുള്ളൊരു മിക്സാണ്. നല്ലൊരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ്.
പക്ഷെ ഈ 3 പെർഫ്യൂംസും നമുക്കൊരു യുണീക്ക് പെർഫ്യൂംസ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ മൻസാരയുടെ റെഡ് ടുബാക്കോ എന്ന് പറയുന്നത് ഒരു നീഷ് പെർഫ്യൂമാണ്, ലിമിറ്റഡ് എഡിഷൻ പെർഫ്യൂമാണ്. അത്ര പോപ്പുലറായിട്ട് നമുക്ക് ഒറിജിനൽ പെർഫ്യൂം മാർക്കറ്റിൽ കിട്ടുന്നതല്ല, നീഷ് പെർഫ്യൂമിൻ്റെ കാറ്റഗറിയിൽ വരുന്ന. മറ്റേത് രണ്ടും നമുക്ക് നീഷ് പെർഫ്യൂം ആണെന്ന് പറയാൻ പറ്റില്ല, കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഈ പെർഫ്യൂംസിൻ്റെ എല്ലാം നമ്മൾ ഇൻസ്പയർഡ് വെർഷൻസ് നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തൊരു ഇതുപോലത്തെ ഒരു വ്യത്യസ്ത ഫ്രാഗ്രൻസുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.